വെള്ളിയങ്കാട് അല്ലേ? വെള്ളിയങ്കാട്ടേക്കാണ് നമ്മുടെ യാത്ര. പൊളി 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 പൊളി. ഇവിടെ 2 റോഡായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ കോട്ടത്തറയിൽ നിന്ന് അവിടെ ഒരു എക്സൈസ് ഓഫീസ് ഉണ്ട്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നേരെ പോരാ. നേരെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ പൊട്ടി ക്രോസ് ചെയ്യണം. പൊട്ടി എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുഴ. ആ പുഴ ക്രോസ് ചെയ്ത് നേരെ കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ അടുത്ത തമിഴ്നാട് ചെക്ക് പോസ്റ്റിലെത്താം. തമിഴ്നാട്ടിൽ കയറാം. തമിഴ്നാട്ടിൽ കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ നേരെ ഇങ്ങനെ യാത്ര ചെയ്തിട്ട് നേരെ തന്നെ മുന്നോട്ട് പോകാം. വെള്ളിയങ്കാട് എത്തും. വെള്ളിയങ്കാട്ടിൽ നിന്ന് നമ്മൾ നേരെ പിന്നെ പോകുന്ന എവിടേക്കാണ്? ഈ പറയുന്ന റൂട്ടിൽ നിന്ന് മുള്ളിയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് മഞ്ചൂരിലേക്ക്. അതാണ് അപ്പം നമ്മൾ മഞ്ചൂരിലേക്കുള്ള മറ്റൊരു യാത്രയാണ്. പക്ഷേ ഇത് മറ്റൊരു വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോട്ടത്തറയിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഇടത്തോട്ട്, അതായത് ആനകെട്ട് റോട്ടിൽ നിന്ന് നമ്മൾ കോട്ടത്തറ ഭാഗത്ത് ഉള്ള ആ ഒരു എക്സൈസ് ഓഫീസിൻ്റെ അവിടെ നിന്ന് താഴോട്ട് ഇറങ്ങണം. താഴോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന ആ ഒരു ചെറിയ പുഴ, പൊട്ടി എന്നൊക്കെ പറയും, അത് കടന്ന് മുന്നോട്ട് പോയി ചെക്ക് പോസ്റ്റിലുള്ള ആ ഒരു ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ കോവിഡ് വാക്സിനേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അതിൻ്റെ സർട്ടിഫിക്കറ്റ് പരിശോധിക്കും. നമ്മുടെ വണ്ടിയുടെ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞു കൊടുക്കുക. അവിടെ നിന്ന് നമുക്ക് ഇതേപോലെ തമിഴ്നാടിൻ്റെ എന്താ പറയുക ഗ്രാമപ്രദേശങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്ത് മുള്ളിയിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ മുള്ളിയിലേക്ക് അല്ലാതെ നമുക്ക് വളരെ പെട്ടെന്ന് എത്താനായിട്ട് കഴിയുന്ന വഴിയുണ്ടല്ലോ. താവളത്തു നിന്ന് നമുക്ക് ഇറങ്ങിപ്പോകാം, അല്ലെങ്കിൽ കോട്ടത്തറയിൽ നിന്ന് തന്നെ മുള്ളി റോഡിലോട്ട് പോയിട്ട് നേരെ എളുപ്പത്തിൽ മുള്ളിയിലെത്താം. പക്ഷേ ഞങ്ങൾ ഈ ഒരു വഴി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറേ കാലം മുമ്പ് ഞങ്ങൾ ഈ വഴി വന്നിരുന്നു ഒരു തവണ. അത് പക്ഷേ രാത്രിയിൽ തിരിച്ച് ഊട്ടിയിൽ നിന്ന് വരുന്ന വഴി ഈ വഴി ഉപയോഗിക്കായിരുന്നു, കാട്ടിലൂടെ. അപ്പോൾ കുറേ സ്ഥലം നമുക്ക് ഇതേപോലെ കാട്ടിലൂടെയൊക്കെ കയറി പോകണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇടതുഭാഗത്ത് കാണുന്ന വലിയ ആ ഒരു മലഞ്ചെരുവുകളുടെ ഇടയിലൂടെയൊക്കെ നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. തമിഴ്നാടിൻ്റെ നല്ല അസലൊരു ഗ്രാമമാണ്. അപ്പോൾ ഒരു ഗ്രാമമൊന്നുമല്ല, പല പല ഗ്രാമങ്ങൾ കടന്ന് വേണം നമുക്ക് ഇതേപോലെ മുന്നോട്ട് പോകുവാൻ. അപ്പോൾ അവരുടെ വിവിധ തരത്തിലുള്ള നിർമ്മാണ രീതികളും വീടിൻ്റെ എന്താ പറയുക പ്രത്യേക സവിശേഷതകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ കാടുകളും കുന്നുകളും മലകളും ഒക്കെ നമ്മളിങ്ങനെ കയറി ഇറങ്ങിയിട്ടാണ് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഡെസ്റ്റിനേഷൻ, അല്ലെങ്കിൽ മുള്ളി വഴി നമുക്ക് സാധാരണ പോകുന്ന മുള്ളിയിൽ നിന്ന് മഞ്ചൂരിലേക്കുള്ള ആ ഒരു ഏകദേശം 30 കിലോമീറ്ററും അത് കഴിഞ്ഞ് അവിടെ നിന്ന് കിണ്ണക്കോരയിലേക്കുള്ള ആ ഒരു 30 കിലോമീറ്ററും ഈ വഴിയിലൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. ഓക്കെ. കടന്നു പോകുന്ന വഴികളെപ്പറ്റി നമുക്ക് പറയാതെ പോകുവാനേ കഴിയില്ല. കാരണം തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളെന്ന് പറയുമ്പോൾ വളരെ വലിയ എന്താ പറയുക സവിശേഷതകളുള്ളത് തന്നെയാണെന്ന് പറയാം. കാര്യം ഇപ്പോൾ നമ്മൾ ഗ്രാമങ്ങളൊക്കെ കടന്ന് ഒരുപാട് മുന്നോട്ട് വന്നെങ്കിലും ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ ഒരു ദൃശ്യങ്ങൾ നമ്മൾ കടന്നു പോകുന്ന ഗ്രാമങ്ങളുടെ
അല്ലെങ്കിൽ ചെറിയ നാഗരികതകളുടെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ വളരെ ശാന്തസുന്ദരമായി ഒഴുകുന്ന ഒരു ഗ്രാമീണ ജീവിതം നമുക്ക് ഇവിടങ്ങളിലൊക്കെ കാണാനായിട്ട് പറ്റും. അതേപോലെ അവരുടെ കൃഷി ഇടങ്ങൾ, അതേപോലെ എല്ലാ തരത്തിലുമുള്ള, ഇപ്പോൾ തെങ്ങൊക്കെ നമുക്ക് കേരളത്തിൽ മാത്രമേ ഉള്ളെന്ന് നമുക്ക് തോന്നും, പക്ഷേ തമിഴ്നാട്ടിലേക്ക് കടക്കുമ്പോൾ പൊള്ളാച്ചി ഭാഗത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇഷ്ടം പോലെ തെങ്ങ് കൃഷി കാണാനായിട്ട് പറ്റും. അതിനുമപ്പുറം തേനിയിലും അതേപോലെ ഒക്കെ പല ഭാഗങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നമുക്ക് കേരളത്തെ പോലെ തെങ്ങ് കൃഷി കാണാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഇവിടെ ഈ ഒരു ഭാഗത്ത് നമുക്ക് മുള്ളിയിലേക്കുള്ള ഈ വഴികളിലൂടെയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കൃഷി രീതികൾ ധാരാളമായിട്ട് കാണാനായിട്ട് കഴിയുക. പല ഭാഗങ്ങളിലും ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നിബിഡ വനങ്ങളാണ്. ഇതൊക്കെ കടന്ന് വേണം നമ്മൾ കടന്ന് മുന്നോട്ട് പോകുവാനായിട്ട്. അപ്പോൾ കാരമട എന്ന് പറയുന്ന ഭാഗത്തു നിന്നാണ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് മുള്ളിയിലേക്കുള്ള ഈ ഒരു വഴി കടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ്, എളുപ്പത്തിൽ നമുക്ക് എത്തിച്ചേരാവുന്ന റൂട്ടാണ്. റോഡിൽ എവിടെയും ഒരു കുണ്ടോ കുഴിയോ കാണാനില്ല എന്നുള്ളത് നമുക്ക് വീണ്ടും വീണ്ടും എടുത്ത് പറയേണ്ടി വരും. ആകെയുള്ളൊരു പ്രശ്നം അവരുടെ റോഡിലുള്ള ഈ ഒരു ബോർഡുകളുണ്ടല്ലോ, സൈൻ ബോർഡുകളെല്ലാം തന്നെ തമിഴിൽ മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു പോരായ്മയായിട്ട് തോന്നുന്നത്. കാരണം പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് കൂടി ആക്സസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ അത് ഇംഗ്ലീഷിൽ കൂടെ ഒന്ന് എഴുതി വെക്കുകയായിരുന്നെങ്കിൽ വളരെ നല്ല കാര്യമാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. എന്തായാലും അതിമനോഹരമായിട്ടുള്ള പാതകളിലൂടെ ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 വാഹനങ്ങളിൽ 4 പേരാണ് യാത്ര ചെയ്യുന്നത്, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ 2 തവണ ഇതിന് മുമ്പ് കിണ്ണക്കോരയിലെത്തിയിരുന്നു. അപ്പോൾ ഊട്ടിയിലേക്ക് പോകാതെ മഞ്ചൂരിൽ നിന്നും കിണ്ണക്കോരയിലേക്ക് പോവുക, കിണ്ണക്കോര വീണ്ടും വീണ്ടും എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വീണ്ടും ഒരു അവധി ദിവസം വീണ് കിട്ടിയപ്പോൾ ഞങ്ങൾ വീണ്ടും കിണ്ണക്കോരയിലേക്ക് പോകുന്നു എന്ന് മാത്രം. കാര്യം ഇത് മറ്റൊരു റൂട്ടാണ്. അപ്പോൾ ഏകദേശം ഒരു 10-35 കിലോമീറ്ററോളം ദൂരം നമുക്ക് തമിഴ്നാടിൻ്റെ ഗ്രാമ അന്തരീക്ഷങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ഇപ്പോൾ അതെല്ലാം കടന്ന് നമ്മൾ ഇതേപോലെ മഞ്ചൂരും കടന്ന് നമ്മളിപ്പോൾ കിണ്ണക്കോരയുടെ ചില ആദ്യ പ്രദേശങ്ങളിലേക്ക് എത്തിയിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നുള്ള മനോഹരമായ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇവിടെ ഇതും കഴിഞ്ഞ് നമുക്ക് ഇനിയും 10, 20, 25 കിലോമീറ്ററോളം നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ നമ്മൾ തേയില കാടുകളുടെ മനോഹാരിതയിലേക്ക് കയറും. ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകളുടെ വസന്തമാണ് നമുക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നത്. അപ്പോൾ തേയില ചെടികൾക്കിടയിലൂടെയും തേയില തോട്ടങ്ങൾക്കിടയിലൂടെയൊക്കെ ഞങ്ങൾ അല്പസമയം ഇങ്ങനെ നടന്നു. നമ്മുടെ മുൻപുള്ള വീഡിയോകളിൽ നമുക്ക് കിണ്ണക്കോരയുടെ ഇത്തരം കാര്യങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വിശദമാക്കാൻ നിൽക്കുന്നില്ല, കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്.
ദൂരേക്കൊന്നും കാണുന്നില്ല, കാരണം മഞ്ഞ് മൂടി കിടക്കുകയാണ്. ഇവിടെ തന്നെ മഞ്ഞിൻ്റെ വമ്പൻ സെറ്റപ്പാണ്. അടിപൊളി. ബൈക്ക് റൈഡിങ്ങിന് പറ്റിയ ഒരു ഒന്നൊന്നര സ്ഥലം തന്നെയാണ് ഈ ഒരു റൂട്ട് കേട്ടോ. മഞ്ചൂരിൽ നിന്ന് കിണ്ണക്കര വരെയുള്ള 32 കിലോമീറ്റർ ദൂരം. അപ്പോൾ പ്രകൃതിയുടെ അതിമനോഹരമായ ചായക്കൂട്ടുകളൊക്കെ നമുക്ക് ഈ വഴികളിലൂടെ കാണാനാവുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ തേയില കാടുകളിലൂടെ നടന്നും തേയില ചെടികൾക്കിടയിലൂടെ ഇറങ്ങിയും അതേപോലെ അതിമനോഹരമായ മഞ്ഞിൻ്റെ പുതപ്പിനടിയിലൂടെ ഊർന്നിറങ്ങിയും ഒക്കെ ഞങ്ങളങ്ങനെ എല്ലാവരും വളരെ എന്താ പറയുക മനോഹരമായ കാഴ്ചകൾ കണ്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഇതിപ്പോൾ 3-ാം തവണയാണ് ഈ ഒരു ഭാഗത്തൂടെ വരുന്നത്. എങ്കിലും ആദ്യം കാണുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റോടു കൂടി തന്നെയാണ് നമ്മൾ ഈ തേയില ചെടികൾക്കിടയിലൂടെ ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പിൽ നമുക്ക് മുന്നിൽ തെളിയുന്ന മറ്റൊരു ദൃശ്യത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുക.
ഒടുവിലായി നമ്മൾ വന്ന സമയത്ത് നമ്മൾ എത്തി, ഇവിടെ നിന്നാണ് നമ്മൾ തിരിച്ചു പോയത്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സത്യത്തിൽ ഇതൊരു കാട്ടുപോത്താണെന്ന് കരുതിയിട്ടാണ് ക്യാമറ അങ്ങോട്ട് തിരിച്ചത്. അതൊരു നാട്ടിലെ പോത്ത് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ കാട്ടുപോത്തുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. അതേപോലെ കുരങ്ങന്മാരുടെയും സിംഹൻവാലൻ കുരങ്ങന്മാരുടെയും ഒക്കെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനിയും അല്പം കൂടി മുന്നോട്ട് പോകാനുണ്ട് നമുക്ക് ശരിക്കും. അപ്പോൾ ഇവിടുത്തെ ഒരു 3-4 കിലോമീറ്ററുകൾ കൂടി പോയി കഴിഞ്ഞാലാണ് നമുക്ക് ഇപ്പോൾ നമ്മൾ ഈ എത്തിച്ചേർന്നിരിക്കുന്ന ഭാഗത്ത് എത്താനായിട്ട് പറ്റുക. എന്താ പറയുക, ഉരുളൻ കല്ലുകളും വലിയ വലിയ പാറക്കല്ലുകളും ഒക്കെ ഉള്ള ഒരു വലിയ ഭൂവിഭാഗം, പിന്നെ കുറേ വീടുകളുള്ള ഒരു സ്ഥലം. അപ്പോൾ ഇവിടെയാണ് ബസ് തിരിക്കുന്ന സ്ഥലം. അപ്പോൾ ഒരു ചെറിയ ബസ് സ്റ്റേഷൻ പോലുള്ള ഒരു ഏരിയ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചു പോകാനുള്ള ഏരിയയാണ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഇനി നമുക്ക് വാഹനം കൊണ്ട് പോവുക അസാധ്യമാണ്. പക്ഷേ ഏറ്റവും അടുത്ത് ഇവിടെ നിന്ന് മറ്റൊരു മലഞ്ചെരുവിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ബോർഡർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കേരളത്തിലേക്ക് കടക്കാനുള്ള വഴി ഇവിടെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതുവഴി തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് നടന്നു പോവുകയല്ലാതെ വേറെ വഴികളില്ല. പക്ഷേ അത് അങ്ങനെ ഒരു വഴിയായിട്ട് ഇല്ലതാണ്. അപ്പോൾ നമ്മൾ കിണ്ണക്കോരയിൽ നിന്ന് തിരിച്ച് ഉള്ള ഒരു യാത്ര ഇവിടെ വരുമ്പോഴാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത് കേട്ടോ. രണ്ട് ഭാഗത്തും അഗാധമായിട്ടുള്ള കൊക്കയാണ് കേട്ടോ. ഒന്നും കാണുന്നില്ല. ആ ഗ്യാപ്പുകളിലൂടെ കാണുന്ന മുഴുവൻ മൂടൽമഞ്ഞാണ്. ഇതാ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഒരു റൂട്ടിൽ കാണാനായിട്ട് പറ്റും. അസൽ കാഴ്ച, ഒരു രക്ഷയില്ല. വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ഇതാ മഞ്ഞ് മൂടിക്കൊണ്ടേയിരിക്കണം. അങ്ങോട്ട് ഉടാറ് കൊക്കയാണ് കേട്ടോ. അടാറ് കൊക്ക എന്ന് പറഞ്ഞാൽ അടാറ് കൊക്ക, ഒരു രക്ഷയില്ല. മഞ്ഞ് ഇതാ കയറിക്കൊണ്ടേ വരികയാണ്. ഇനിയിപ്പോൾ അല്പസമയം കഴിയുമ്പോഴേക്ക് മൊത്തം വഴിയൊക്കെ മൂടും. ഇത് ഇങ്ങനെ മഞ്ഞ് മൂടും, അത് കുറേ ഓപ്പൺ ആവും, പിന്നെ എന്താ പറയുക തെളിയും, പിന്നെയും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമുക്കിവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്, അവിടേക്ക് ഒന്ന് പോയി നോക്കാം പെട്ടെന്ന്. ഒരു സൂപ്പർ സ്ഥലമാണ് കേട്ടോ. ആളുകളൊക്കെ കയറി വരുന്ന ഒരു ഏരിയ ആണ് തോന്നുന്നു. ഓ എന്താല്ലേ ഇടുമൊക്കെ, ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയണ്ടല്ലോ പണി പാളും. സൂപ്പർ. ഇത് ക്യാമറയിൽ എത്രത്തോളം തെളിയുന്നൊന്നും അറിയില്ല, പക്ഷെ ഇങ്ങോട്ട് പോകുമ്പോഴൊക്കെ മൊത്തം ഇത് കിടക്കാണ്. ഇവിടേക്ക് താഴേക്ക് ആൾക്കാർ ഇറങ്ങിപ്പോണ വഴിയാണത്. അല്ലല്ല, എന്തൊക്കെയോ ഉണ്ട് സംഭവം. താഴെ കൊക്കയാണ്, ഒരു രക്ഷയില്ല. എൻ്റെ അമ്മോ, വ്യൂ നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടുള്ളൂ. ഇവിടുന്ന് വീണാൽ പോലും എവിടെ എത്തുമെന്ന് പറയാൻ പറ്റില്ല. എന്താ ഇങ്ങനെ അങ്ങ് പോവും. മൊത്തം മഞ്ഞാണ് മൂടി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ചുവന്ന മരങ്ങൾ തന്നെയാണ് ഇവിടെയൊക്കെ നിൽക്കുന്നത് കേട്ടോ. നല്ല രസമുള്ളൊരു ഏരിയ, അസലായിട്ടുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ നമുക്കിതൊന്നും കാണാൻ പറ്റിയില്ല. ഇതിലൊക്കെ ഇങ്ങനെ നടന്നു പോകാനുള്ള വഴികളുണ്ട് കേട്ടോ. ആൾക്കാർ ഇതൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന് തോന്നുന്നു. എടാ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് കേട്ടോ. കടുവയോ പുലിയോ മറ്റോ ഉണ്ടോ എന്നറിയില്ല, കാടാണ് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. എന്തായാലും നമ്മൾ ഇതേപോലെ കുറച്ച് റിസ്കുകളൊക്കെ എടുക്കാറുള്ളതാണ്. ആ വ്യൂ പോയിന്റിലൊന്ന് പോയി ആ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം. വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് കരുതുന്നു. ഓ എടാ അടിപൊളി. എടാ ഷേ അടിപൊളി അടിപൊളി. ഓ ഇവിടെ വന്നത് മുതലായി. ഒന്നൊന്നര വ്യൂ. ഒരു സൂസൈഡ് പോയിന്റ്. ദൈവമേ, ഒരു രക്ഷയില്ല. ഉയ്യോ. ഓ ആളുകൾ ഇതുവഴിയൊക്കെ ഇങ്ങനെ ഇറങ്ങി താഴോട്ട് പോകുന്നുണ്ടാവും. എൻ്റെ പൊന്നോ. ഓ അതങ്ങനെ കിടക്കാണ് കേട്ടോ. വന്നോക്കെ. ഉയ്യോ ആട്ടാറ് സംഭവം. അപ്പം നമ്മളിതാ ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇതാ ഇവിടെ നിൽക്കുന്നു. തൊട്ടപ്പുറത്ത് കൊക്കയാണ്. എൻ്റെ പൊന്നു,
ഒന്ന് കടുകുമണിയോളം ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വീണാലുണ്ടല്ലോ എന്താ സംഭവിക്കാന്നൊന്നും പറയാൻ പറ്റില്ല. ഉരുണ്ട് പോണത് അവസാനം ഇല്ലാത്ത കൊക്കയിലേക്കായിരിക്കും. അയ്യോ ഒരു രക്ഷയില്ല. അടാറ് സംഭവമാണ്. എങ്ങനെയാണാവോ മകനെ, ഇന്നത്തെ യാത്ര സഫലമായി. പൊളി ഒരു രക്ഷയില്ല. സെറ്റപ്പ് എന്ന് പറഞ്ഞാലേ ഇതാ ഇവിടെയാണത്. ആകാശം കാണാം. അവിടുന്ന് ഇതാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാണ് ഏരിയ. എൻ്റെ അമ്മോ, അങ്ങോട്ടൊന്നും പോലെ സങ്കല്പിക്കാൻ പറ്റില്ല കേട്ടാ. അയ്യോ വയ്യ. അപ്പം നമ്മൾ വന്നത് ഈ കുന്നിൻ്റെ, ഇപ്പം നമ്മൾ ഈ കാണുന്ന കുന്നിൻ്റെ അല്ലെങ്കിൽ ഇതാ ഈ നടന്നു പോകുന്ന വഴികളിലൂടെ അങ്ങോട്ടാണ് കേട്ടോ. അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. ഇപ്പോൾ അത് അവിടെ വന്നിട്ട് ഇത് അവിടെ നിൽക്കുന്നത്. ഇത് ഈ മരത്തിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. ഓക്കെ, ഈ മരത്തിൻ്റെ ചോട്ടിൽ നിന്നിട്ടുള്ള വ്യൂ നിങ്ങളൊന്ന് നോക്ക്. ഇപ്പം മൊത്തം ഇവിടെ കോട മൂടി. നമ്മൾ നേരത്തെ കണ്ട ആ വ്യൂസിൽ നിന്നൊക്കെ മാറ്റം വന്നു. എപ്പോഴും കോട വരാം. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊന്നും കാണൂല മുന്നോട്ട്. എൻ്റെ അമ്മോ, മൊത്തം കോട മൂടി കേട്ടോ, മൊത്തം കോട മൂടി. അയ്യോ ഒരു രക്ഷയില്ല. അപ്പോഴേ നമ്മളിതായി മരത്തിൻ്റെ ചോട്ടിൽ വന്ന് നിൽക്കുകയാണ്. നോക്ക് നിങ്ങൾ, അവിടെ താഴോട്ടൊക്കെ ഒടുക്കത്തെ കൊക്കയാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അപ്പം നമ്മൾ കണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇവിടെ നിൽക്കുന്നത് തന്നെ ആത്മഹത്യാപരമാണ്. ഒരു സൂയിസൈഡ് മുനമ്പും ഞാൻ ഇതുപോലെ ഇങ്ങനെ സൂയിസൈഡ് പോയിന്റുകളൊന്നും ഇങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഈ മരം അടക്കം നമുക്കിപ്പോൾ ഒട്ടും കാണാൻ പറ്റാത്ത രൂപത്തിലേക്ക് മഞ്ഞ് മൂടിക്കഴിഞ്ഞു. തൊട്ടപ്പുറത്ത് നമുക്ക് വല്ലാത്തൊരു കാഴ്ച ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു വലിയ കൊക്ക നിങ്ങൾക്ക് ഇങ്ങനെ താഴോട്ട് നോക്കിയാൽ കാണാൻ പറ്റും. പക്ഷേ ഇപ്പോൾ അവിടെ കോട മൂടിയിട്ട് താഴോട്ടൊന്നും കാണുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത എന്താ പറയുക, മഞ്ഞിൻ്റെ ആ പാളികൾ ഇങ്ങനെ വന്ന് ഒഴുകി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓ രക്ഷയില്ല. സൂപ്പർ, വല്ലാത്തൊരു ഏരിയയാണ് കേട്ടോ. ഇതാ മൊത്തം മൂടി. ആ പാറയൊന്നും ഇപ്പോൾ നമുക്ക് കാണാതായി തുടങ്ങി നമ്മൾ എന്തായാലും. ഓക്കെ, നമുക്ക് എന്തായാലും ഫ്രണ്ടിലോട്ട് പോവാം. അപ്പം നമ്മളിതാ ഈ മരത്തിൻ്റെ ചോട്ടിൽ നിൽക്കുന്നു. അവിടെ താഴെ കൊക്ക. ഇതേ ഇവിടെ നിന്ന് നമ്മളിങ്ങനെ നടന്നിട്ട് ഇനി ആ വഴി പോവാണ് കേട്ടോ, അങ്ങോട്ട് പോവാം. ഓക്കെ, കൂടുതൽ ചിന്തിച്ച് കഴിഞ്ഞാലേ പണി പാടും. അപ്പോൾ അത് വേണ്ട. നമുക്കിതാ പതുക്കെ നൈസിൽ നമ്മൾ സ്ലിപ്പാവാതെ ഇതേ കുന്നിൻ്റെ മണ്ടയിലേക്ക് നമ്മൾ തിരിച്ചു പോകാം. അപ്പോൾ വീണ്ടും കാണാം കേട്ടാ, വീണ്ടും കാണാം. ബൈ. വീണ്ടും കാണാം. അയ്യോ സെറ്റപ്പാ. അപ്പം നമ്മൾ തിരിച്ചു പോകുന്നു. അടിപൊളി പിടിവലി. സ്ലിപ്പായി കഴിഞ്ഞാൽ പണി പാളും. അപ്പം നമ്മുടെ ചുവന്ന മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സത്യത്തിൽ മറ്റ് റെസ്ട്രിക്ഷൻസും ഒന്നും തന്നെ ഇല്ല എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ നമുക്ക് മുന്നിൽ പാസ് ചെയ്ത നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന 2 പേര് ഫോറസ്റ്റിൻ്റെ കയ്യിലകപ്പെട്ടു. അതിന് കാരണമുണ്ട്. അവർ കാട്ടുപോത്തുകളുടെ ചിത്രം വളരെ അടുത്ത് നിന്ന് പകർത്തി എന്നുള്ള കുറ്റം. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇതേപോലെ ഫോറസ്റ്റ് ഏരിയകളിൽ പോകുമ്പോൾ അവരുടെ ഫോറസ്റ്റിൻ്റെ അനുമതിയില്ലാതെ ഒരു കാരണവശാലും കാടിനകത്തേക്ക് പ്രവേശിക്കാനോ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയകളിലേക്ക് കയറാനോ പാടില്ല. അത്തരം കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ എന്തായാലും ഇനി മുന്നോട്ട് യാത്ര പോവുകയാണ്. മുന്നോട്ടെന്ന് പറയുമ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മൾ കിണ്ണക്കോര കവർ ചെയ്തു. ഇനി അവിടെ നിന്ന് നമ്മൾ തിരിച്ച് വീണ്ടും മഞ്ചൂരിലേക്ക് പോയിട്ട് തിരിച്ച് മുള്ളി വഴി നേരെ അട്ടപ്പാടി ചുരമിറങ്ങി നമ്മുടെ നാട്ടിലേക്ക് പോകും. അപ്പോൾ ഓക്കെ, അപ്പോൾ കിണ്ണക്കോര വരുന്നവരൊക്കെ കാണേണ്ട ഒരു നല്ല അസൽ വ്യൂ പോയിൻ്റാണ് കേട്ടോ. അടിപൊളി. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു വിടാം. ഇന്നത്തെ യാത്ര 1.5 യാത്ര. അടിപൊളി. ബൈ.